പീപ്പിൾ എക്സ്ക്ലൂസീവ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നോട്ടപ്പുള്ളികളായി മുൻമന്ത്രി കെ ബാബുവിന് പുറമെ 20 UDF നേതാക്കൾ, മുൻമന്ത്രിമാർ, MLA മാർ എന്നിവരെ കൂടാതെ ചില മുൻമന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സിജു സുഗതൻ ചേരുന്നു. സിജു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരരാജ്, വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം UDFന്റെ 20 നേതാക്കൾക്കെതിരെ, അതായത് മുൻ മന്ത്രിമാരും MLA മാരും അടക്കമുള്ള 20 പേർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കാൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ ജില്ലാ യൂണിറ്റുകൾക്ക് വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആര്യാടൻ മുഹമ്മദ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, അതോടൊപ്പം തന്നെ VS ശിവകുമാർ, PK ജയലക്ഷ്മി, അതോടൊപ്പം മുൻ MLA മാരായ ബെന്നി ബെഹനാൻ, PC വിഷ്ണുനാഥ് തുടങ്ങിയവർക്കെതിരെയും അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി വിജിലൻസിന്റെ ജില്ലാ യൂണിറ്റുകൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ആരോപണ വിധേയരായവരാണ് ഇവരെല്ലാം തന്നെ. ഇവർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, കെ ബാബു, അതോടൊപ്പം തന്നെ KM മാണി ഉൾപ്പെടെയുള്ളവർ ബാർക്കോഴയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. മാത്രമല്ല, ഇവർക്കെതിരെ ഈ ദിവസങ്ങളിൽ തന്നെ ബാബുവിനെതിരെ ഇപ്പോഴും ബാബുവിന്റെ ബിനാമി ഇടപാടുകളും അതോടൊപ്പം ബന്ധുക്കൾക്കും എതിരെ അന്വേഷണങ്ങൾ വ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ അന്വേഷണത്തെ വിലയിരുത്തേണ്ടത്. ഏതായാലും കഴിഞ്ഞ UDF സർക്കാർ, അതായത് 2011-2016 കാലഘട്ടത്തിൽ മന്ത്രിമാരായിരുന്ന അവർക്കെതിരെയും MLA മാർ ആയിരുന്നവർക്കെതിരെയുമാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വിജിലൻസിന് കിട്ടിയ വിവരം അനുസരിച്ച് ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ മന്ത്രിമാരെക്കാൾ കൂടുതൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന വിവരം വിജിലൻസ് ലഭിച്ചിട്ടുണ്ട്. ഇത്തരക്കാരിലേക്കും അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മുൻ സഹകരണ മന്ത്രിയായിരുന്ന CN ബാലകൃഷ്ണന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന ലിജോ ജോസഫിന്റെയും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ടെന്നി ജോപ്പന്റെ അടക്കം വീടുകളിൽ സോളാർ, അതോടൊപ്പം തന്നെ ബാർക്കോഴ സമയങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ രേഖകൾ ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വിജിലൻസ് ഇവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും LDF സർക്കാരിന്റെ പ്രഖ്യാപിത നയം, അതായത് അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന LDF സർക്കാരിന്റെ നയം അനുസരിച്ചാണ് വിജിലൻസ് ഡയറക്ടർ ഈ അന്വേഷണ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാബുവിന് പിന്നാലെ 20ഓളം UDF നേതാക്കൾ, മുൻ മന്ത്രിമാർ ഉൾപ്പെടെ ഞാൻ നേരത്തെ പേരുകൾ സൂചിപ്പിച്ച UDFിലെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെയും ഉന്നതരായ നേതാക്കളായ മുൻ മന്ത്രിമാരായിരുന്ന അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, ആര്യാടൻ മുഹമ്മദ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതോടൊപ്പം VS ശിവകുമാർ തുടങ്ങിയ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഘടകകക്ഷി മന്ത്രിമാരായിരുന്ന ഷിബു ബേബി ജോൺ, KP മോഹനൻ എന്നിവർക്കെതിരെയും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ 2016 വരെയുള്ള കാലഘട്ടത്തിലെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മുത്തൂറ്റ് ഫിനാൻസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വിജിലൻസ് റെയ്ഡ് നടത്തുകയും ചില രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇവരിൽ പലർക്കും പല സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിക്ഷേപമുള്ളതായിട്ടാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തും പലർക്കും ഭൂമി വാങ്ങിക്കൂട്ടിയതായും സംസ്ഥാനത്ത് തന്നെ പല ഫാക്ടറികളിലും വ്യവസായ സ്ഥാപനങ്ങളിലും നിക്ഷേപമുള്ളതായും വിജിലൻസിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ വിജിലൻസ് യൂണിറ്റുകൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. സുരരാജ്. ശരി, സിജു സുഗതനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.